ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അന്നാണ് നമ്മളെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് രാവിലെ എണീറ്റ് ദോശയും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഇലക്ഷൻ റിസൾട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയണതും. ഞാൻ 24 ന്യൂസ് ലൈവാട്ടോ കാണൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത്. എനിക്ക് അത്രയ്ക്കും പാർട്ടിപരമായിട്ട് ഞാൻ അത്രയും എനിക്കില്ലെങ്കിലും പക്ഷേ ഈ റിസൾട്ട് കാണുന്നത് ലൈവായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. എന്തായാലും അതൊക്കെ കണ്ട് ഇങ്ങനെ മോൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അവൾ പിന്നെ രാവിലെ എപ്പോൾ എണീറ്റാലും ഉച്ചയ്ക്ക് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുള്ളൂ കേട്ടോ. അത്ര ടൈം എടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായൊരു മാങ്ങയൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ചോറും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറൊക്കെ വന്ന് നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. നല്ല ഇടിയും മിന്നലും നല്ല മഴ. അവിടെ മൊത്തത്തിലൊന്നൊരു തണുത്തു കേട്ടോ. വൈകുന്നേരം തന്നെ നല്ലൊരു ക്ലൈമറ്റ്. പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ അത് നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഈ മഴ. അപ്പോൾ ഇത് ഞങ്ങൾ ടൗണിൽ തന്നെ കേട്ടോ. എൻ്റെ വീടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിലും അത്ര ഇങ്ങനെ ടൗണ് റോഡ് സൈഡിലല്ല വീട്. ഇത് ഉമ്മാൻ്റെ വീട് എന്നാൽ റോഡ് സൈഡിൽ തന്നെ കേട്ടോ. അതും പെരിന്തൽമണ്ണ ടു ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരിയൊക്കെ പോണ ആ മെയിൻ റോഡിൻ്റെ ആ റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഉമ്മാൻ്റെ വീട്. എന്തായാലും അകത്ത് കയറിയാൽ എന്നാൽ ഒരു റോഡ് സൈഡാണെന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരു വൈബാട്ടോ അവിടെ. എന്തായാലും അങ്ങനെ അതൊക്കെ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കിക്കണമെങ്കിലും അത് കുടിക്കാതെ ഒരു മുറുക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ കഴിച്ച് പിന്നെ ഓട്ടമൊക്കെ വന്ന് ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ വേറൊരു മൂത്തമ്മേൻ്റെ വീട്ടിൽ പോയിട്ടോ. എനിക്ക് 5 മൂത്തമ്മ ഉണ്ട്. അതിലൊരു മൂത്തമ്മ ഇപ്പം അന്ന് ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു മൂത്തമ്മേൻ്റെ വീട് ഒരു ജസ്റ്റ് 50 രൂപ ഓട്ടോ പോയിൻ്റ് ഉള്ളൂ കേട്ടോ. അവിടെ ഒരു ചേഞ്ചിന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടി പോയതാട്ടോ അങ്ങോട്ട്. അവിടെ പോയപ്പോൾ മക്കൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടുത്തെ പേരക്കുട്ടീൻ്റെ ടോയ്സ് മുഴുവനും മൂത്തമ്മ ആദ്യം തന്നെ ഞങ്ങൾ എത്തിയൊക്കെ തന്നെ വേഗം അതൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ ഫുള്ള് ഹാളൊക്കെ വെച്ച് വന്നു. പിന്നെ കുട്ടികൾ ഫുള്ള് അതിൽ ഭയങ്കര കളിയായിരുന്നു. ഓല് ഭയങ്കര ആസ്വദിച്ച് ഓലെ ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടേതായ ഒരു ലോകത്തായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പാർക്ക് പോയ ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവർക്ക്. അങ്ങനെ ഓരോ ടോയ്സ് എടുത്ത് കഴിയുമ്പോഴും പിന്നെ വേറെ എന്തെങ്കിലും മൂത്തമ്മ പിന്നെ എടുത്തോണ്ട് കേട്ടോ. അപ്പം എടുക്കാത്ത എന്തെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവളിപ്പോൾ മൂത്തമ്മേൻ്റെ പേരക്കുട്ടി ഇപ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് വലുതായിട്ടുണ്ട്. എന്നാലും അങ്ങനെ അവിടെ ആണെങ്കിലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഒരു തണുപ്പുള്ള പോലെ ഒന്നാമത് ചുറ്റുപാടും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പൊതുവേ അവിടെ അത്ര ചൂടുണ്ടാവാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നല്ലൊരു മഴ പെയ്ത് നിന്നല്ലോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പഞ്ചവർണ്ണക്കിളി ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ മോൻക്ക് അതിനെ തൊടണം എന്നൊക്കെയാണ്. അങ്ങനെ അതിന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും അവിടെയൊക്കെ പോയി. അവിടെ പുറത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഊഞ്ഞാൽ അപ്പോഴത്തേനൊക്കെ രാത്രി ആയിട്ടുണ്ട്. എന്നാലും ഊഞ്ഞാലൊക്കെ അവർ രണ്ടുപേരും ആടി. അവനതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാനും മക്കൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പേരക്കുട്ടിയായിട്ട് എൻ്റെ മോൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ പോകുന്നു കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒരു പഴമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.